തിരുവനന്തപുരത്ത് ടാൽറോപ്പ് കൂട്ടപ്പിരിച്ചുവിടലിലെ ചർച്ചയ്ക്ക് ശേഷം അഡീഷണൽ ലേബർ കമ്മീഷണർ എം സുനിൽ സംസാരിക്കുകയാണ് തത്സമയം. അല്ല, അങ്ങനെയല്ല. ഇന്നത്തെ തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്നത് ചില ആളുകൾക്ക് 11 മാസത്തുണ്ട്. 11 മാസമാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശികയായിട്ടുള്ളത്. പിന്നെ 10 മാസവും 8 മാസവും 7 മാസവും ഉൾപ്പെടെ വിവിധ മാസങ്ങളിലെ ശമ്പളം കിട്ടാനുള്ള തൊഴിലാളികൾ ഇതിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് തൊഴിലാളികളോട് അന്വേഷിച്ചതിൽ അവർക്ക് ജോലി പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അവർക്ക് താല്പര്യമില്ലെന്നും അവർക്ക് നിയമാനുസൃതമായ ശമ്പളവും അതേപോലെ തന്നെ റിട്രഞ്ച് ചെയ്തതുൾപ്പെടെയുള്ള തൊഴിൽ നിയമപരമായ അവകാശങ്ങളും അവരുടെ നിയമപരമായ അവകാശങ്ങൾ ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അല്ലാതെ ജോലി തിരിച്ചു കിട്ടണമെന്ന് ഒരു തൊഴിലാളി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടില്ല. ഇവരിൽ നല്ലൊരു വിഭാഗം റിസൈൻ ചെയ്ത് പോയവരാണ്. വേറെ കുറച്ച് ആൾക്കാർക്ക് അവർ 2 months നോട്ടീസ് കൊടുത്തിട്ട് പിരിച്ചുവിട്ടവരുമാണ്. ഇവരാരും തന്നെ ഈ തിരിച്ചെടുക്കണമെന്നൊരു ആവശ്യപ്പെട്ടൊന്നും നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് നാളിതുവരെ ഒരു പരാതി തന്നിട്ടില്ല. ഇവർക്ക് ഈ വേതനത്തിന്റെ അരിയറ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രശ്നം. 608 തൊഴിലാളികളുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അല്ലല്ല, എല്ലാം കൂടെ. അതെ, ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സ്ഥാപനം ടാൽറോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയായിട്ടാണ് 2017 രജിസ്റ്റർ ചെയ്തതെങ്കിലും പിന്നീട് 21 സ്റ്റാർട്ടപ്പുകളായിട്ടാണ് ഇപ്പോൾ നിലവിൽ കമ്പനി പ്രവർത്തിക്കുന്നത്. ഈ 608 തൊഴിലാളികൾ ടാൽറോപ്പ് എന്ന കമ്പനിയിലാണ് ആദ്യം ജോലിക്ക് ചേർന്നതെങ്കിലും പിന്നീട് ഈ 21 സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇവരെ മാറ്റി എന്നുള്ള ഒരു തികച്ചും നിയമ ലംഘനം ഈ കമ്പനിയിൽ നടന്നു എന്നുള്ളത് ഇന്നത്തെ ചർച്ചയിലൂടെ ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാം, ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റിന് യാതൊരു തരത്തിലുള്ള നോട്ടീസുകളോ മറ്റോ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നോ തൊഴിലാളികളുടെ സംഘടനകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തയെ തുടർന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകൾ ആരംഭിക്കും. ഈ 21 കമ്പനികളിലെ 608 തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശികളോ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ ടാൽറോപ്പ് കൂട്ടപ്പിരിച്ചുവിടലിലെ ചർച്ചയ്ക്ക് ശേഷം അഡീഷണൽ ലേബർ കമ്മീഷണർ എം സുനിലടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.